എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട 2023 പ്രധാന അവാർഡ്സാണ്. ഇതിൽ നിന്നൊരു മാർക്ക് വളരെ ഷുവറാണ്. അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2023 കംപ്ലീറ്റ് സ്പോർട്സിൻ്റെ അവാർഡ്സാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പേ ഉള്ള കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. മാക്സിമം അത് കയറി കാണാൻ ശ്രമിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ഞാൻ പിൻ ചെയ്തിടാം. അപ്പം മാക്സിമം നിങ്ങൾ അതോടെ കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ അവാർഡ്സും ആർക്കൊക്കെയാണ് എന്തുവെന്നൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അവാർഡാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അതായത് നമ്മുടെ രാജ്യത്തെ തന്നെ പരമോന്നത കായിക പുരസ്കാരമാണ് ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അപ്പം നമ്മുടെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ് ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അതുപോലെ തന്നെ സമ്മാനത്തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് 2023 അർഹരായവർ ആരൊക്കെയാണെന്ന് നോക്കാം. 2023 നമ്മുടെ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് ചിരാഗ് ചന്ദ്രശേഖര ഷെഡ്ഡി ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും, 2 സ്വാതിക് സായരജ് രംഗി റെഡ്ഡിയുമാണ് ബാഡ്മിൻ്റൺ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്? 2023 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ചിരാഗ് ചന്ദ്രശേഖർ റെഡ്ഡി, അതുപോലെ തന്നെ സ്വാതിക് സായജ് രംഗി റെഡ്ഡിയും. അപ്പോൾ ഷെഡ്ഡിക്കും റെഡ്ഡിക്കുമാണ് ലഭിച്ചത്. അവർ രണ്ടുപേരും ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. ഷെഡ്ഡിക്കും റെഡ്ഡിക്കുമാണ് ലഭിച്ചത്. അപ്പോൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്? ചിരാഗ് ചന്ദ്രശേഖർ ഷെഡ്ഡി, അതുപോലെ തന്നെ സ്വാതിക് സായജ് രംഗി റെഡ്ഡി. അപ്പം ഇങ്ങനെ ഓർത്ത് വെക്കാൻ ഇങ്ങനെ പഠിച്ചാൽ മതി. ഷെഡ്ഡിക്കും റെഡ്ഡിക്കുമാണ് കിട്ടിയത്. ഷെട്ടിക്കും റെഡ്ഡിക്കുമാണ് കിട്ടിയതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, അതുപോലെ തന്നെ സ്വാതിക് സായജ് രംഗി റെഡ്ഡി. അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നായിട്ട് നമ്മൾ രണ്ടുപേരും ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നായിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പം 2023 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആർക്കൊക്കെയാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി ബാഡ്മിൻ്റൺ, സ്വാതിക് സായജ് രംഗി റെഡ്ഡി ബാഡ്മിൻ്റൺ. അത് ക്ലിയർ ആയി. അപ്പോൾ ജസ്റ്റ് 2023 പഠിച്ചുകൊണ്ട് തന്നെ 2022 ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അജാന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് ഓർത്തിരുന്നാൽ മതി. ടേബിൾ ടെന്നീസ് 2023 ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ്. അതുപോലെ തന്നെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ 2023 അർഹരായവരാരൊക്കെ 2 പേര് അർഹരായിട്ടുള്ളവരുണ്ട്. ചിരാഗ് ചന്ദ്രശേഖർ ഷെഡ്ഡിയും, അതുപോലെ തന്നെ സ്വാതിക് സായജ് രംഗി റെഡ്ഡിയും. ഷെട്ടിയും റെഡ്ഡിയും ഇവർ രണ്ടുപേരും ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ 2022 ലഭിച്ചത് അജാന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ നിന്നാണ്. ക്ലിയർ ആയേ? ഇനി നമുക്ക് അടുത്ത അവാർഡിലോട്ട് പോകാം. അടുത്തത് ദ്രോണാചാര്യ അവാർഡ്. ഈ ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കറിയാം ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്. ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കുന്ന വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശീലകൻ എന്നല്ലേ അർത്ഥം. അദ്ദേഹം പരിശീലകനല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത് പരിശീലക വിഭാഗത്തിനാണ്. അത് പരിശീലകന്മാർക്കാണ്, നമ്മുടെ കോച്ചസിനാണ് കൊടുക്കുന്നത്. അപ്പം ഇത് 2 തരത്തിലാണ് ഈ ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത്. ഒന്ന് റെഗുലർ വിഭാഗത്തിനും അതുപോലെ തന്നെ ആജീവനാന്ത വിഭാഗത്തിനും ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2023 റെഗുലർ വിഭാഗത്തിൻ്റെ നോക്കാം. ജസ്റ്റ് ഒന്ന് പേര് കേട്ടിരുന്നാൽ മതി, ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ലളിത് കുമാർ ഗുസ്തി, RB രമേശ് ചെസ്, അതുപോലെ തന്നെ മഹാവീർ പ്രസാദ് സൈനി പാരാ അത്ലറ്റിക്സ്, ശിവേന്ദ്ര സിംഗ് ഹോക്കി, അതുപോലെ തന്നെ ഗണേഷ് പ്രഭാകർ ദേവരൂഗർ മല്ലഖാബ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ഐറ്റത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കാണ് 2023 റെഗുലർ വിഭാഗം ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2023 ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ജസ്കിരന്ത് സിംഗ് ഗ്രേവാൾ ഗോൾഫ് കളിയും, അതുപോലെ തന്നെ ഭാസ്കരൻ ഈ മലയാളി കബഡി.
അപ്പം നമുക്ക് ആജീവനാന്ത ഭാഗത്ത് നിന്ന് നമുക്ക് ദ്രോണാചാര്യ അവാർഡ് നമ്മുടെ PSC നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടിയത് ഈ ഭാസ്കരൻ E.യെ പറ്റി ആണ് നമ്മൾ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം ഓർത്ത് വെച്ചോ, ഒരു മാർക്ക് ഇവിടുന്ന് ഷുവറാണ്. 2023 ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗത്തിൽ നിന്ന് ലഭിച്ച മലയാളി ആരാണ്? ഭാസ്കരൻ E. അദ്ദേഹത്തിൻ്റെ എന്താണ് ഐറ്റം എന്താണ്? കബഡി. ഭാസ്കരൻ E കബഡി ഓർത്ത് വെച്ചോണേ. അടുത്തത് ജയന്തകുമാർ പുഷിലാൽ ടേബിൾ ടെന്നീസ്. അപ്പോൾ ഈ ഭാസ്കരൻ E ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗത്തിൽ നിന്ന് കബഡി ഐറ്റത്തിൽ നിന്ന് ലഭിച്ച മലയാളി ആരാണ്? ഭാസ്കരൻ E. ക്ലിയർ ആയേ? അടുത്തതിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർജുന അവാർഡ്സ് 2023 ആണ്. അർജുന അവാർഡ്സ് 2023. അപ്പം നമുക്ക് അർജുന അവാർഡ്സ് 2023 നേടിയത് 26ഓളം താരങ്ങളാണ്. പക്ഷേ നമുക്ക് ഇത്രയും പഠിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. 26ഓളം പേരൊന്നും PSC ചോദിക്കത്തില്ല. 26 നമ്മൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പഠിച്ചു പോവാം. ഫസ്റ്റ് വരുന്നത് M. ശ്രീശങ്കർ, അത്ലറ്റിക്സ്, മലയാളിയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, മലയാളി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ M. ശ്രീശങ്കർ മലയാളിയാണ്. അദ്ദേഹത്തിന് അത്ലറ്റിക് വിഭാഗത്തിൽ നിന്നാണ് അർജുന അവാർഡ്സ് 2023 കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഭാഗം ഏതാണ്? അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ് വിഭാഗം? ലോങ് ജമ്പാണ് അദ്ദേഹത്തിൻ്റെ M. ശ്രീശങ്കറിൻ്റെ ഐറ്റമായിട്ട് വരുന്നത്, സ്പോർട്സ് ഐറ്റമായിട്ട് വരുന്നത് ഏതാണ്? ലോങ് ജമ്പ്. അപ്പോൾ മറക്കല്ലേ, ലോങ് ജമ്പാണ് നമ്മുടെ M. ശ്രീശങ്കറിൻ്റെ ഐറ്റമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അർജുന അവാർഡ്സ് 2023 ലഭിച്ച മലയാളി ആരാണ്? M. ശ്രീശങ്കർ. അത്ലറ്റിക് വിഭാഗത്തിലെ ലോങ് ജമ്പിലാണ് അദ്ദേഹത്തിന് അർജുന അവാർഡ്സ് 2023 ലഭിച്ചത്. അതുപോലെ തന്നെ അതിഥി ഗോപിചന്ദ് സ്വാമി അമ്പെയ്ത്തിലും, അതുപോലെ തന്നെ മുഹമ്മദ് ഷാമി ക്രിക്കറ്റിലും. മുഹമ്മദ് ഷാമിയൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം മുഹമ്മദ് ഷാമിയൊക്കെ നമ്മുടെ 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലൊക്കെ നല്ല രീതിയിൽ തിളങ്ങിയ ഒരു താരമാണ്. അത്യാവശ്യം ന്യൂസ് കവറേജും കാര്യങ്ങളും എല്ലാം കിട്ടിയ ഒരു താരമാണ് മുഹമ്മദ് ഷാമി. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് കിട്ടിയത് അദ്ദേഹത്തിനായിരുന്നു. നല്ല പ്രകടനമായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പുറത്തെടുത്തിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നാഷണൽ മീഡിയാസ് മൊത്തം ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷാമി. അപ്പോൾ മുഹമ്മദ് ഷാമിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, അർജുന അവാർഡ്സ് 2023 ലഭിച്ചത് മുഹമ്മദ് ഷാമി, ക്രിക്കറ്റ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ധ്യാൻചന്ദ് അവാർഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം പഠിച്ചു, നമ്മുടെ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ്. അതുപോലെ തന്നെ വേറൊരു അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ് 2023. അപ്പോൾ 2 അവാർഡ്സ് ഉണ്ട്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡും ഉണ്ട്, നമ്മുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ കായിക പുരസ്കാരമാണ്. അതുപോലെ തന്നെ ധ്യാൻചന്ദ് അവാർഡും ഉണ്ട്. ധ്യാൻചന്ദ് അവാർഡ് 2023 ലഭിച്ചത് മഞ്ജുഷ കൻവർ ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും, അതുപോലെ വിനീത് കുമാർ ശർമ്മ ഹോക്കിയിൽ നിന്നും, കവിത സെൽവരാജ് കബഡിയിൽ നിന്നും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ധ്യാൻചന്ദ് ഖേൽരത്നയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ്സ്. അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFFA ആണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ് 2022-2023. ജസ്റ്റ് അപ്പം മികച്ച പുരുഷ താരം ലാലിയൻ സുവാല ചങ്തെ. അപ്പോൾ എന്താണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ്സ് 2022-2023 കാലഘട്ടത്തിൽ മികച്ച പുരുഷ താരം ലാലിയൻ സുവാല ചങ്തെയാണ് വരുന്നത്. അതുപോലെ തന്നെ മികച്ച വനിതാ താരം മനീഷ കല്യാൺ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും എങ്ങാനും ചോദിച്ചാലോ, അത് നമ്മുടെ ഇന്ത്യയുടെ അവാർഡല്ലേ, അതുകൊണ്ട് എങ്ങാനും ചോദിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ് 2022-2023 കാലഘട്ടത്തിലെ മികച്ച പുരുഷ താരം ലാലിയൻ സുവാല ചങ്തെ. അതുപോലെ തന്നെ മികച്ച വനിതാ താരം മനീഷ കല്യാൺ. അതുപോലെ തന്നെ BCCI അവാർഡ് 2023. BCCI എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേരാണ് BCCI വരുന്നത്. അപ്പം BCCI വരുന്നത്. അതുപോലെ തന്നെ BCCIയുടെ അവാർഡ്സ് ഉണ്ട്. അപ്പം BCCIയുടെ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ പുരുഷ വിഭാഗത്തിൽ നിന്ന് കിട്ടിയത് 2022-2023 കാലഘട്ടത്തിൽ ശുഭ്മൻ ഗില്ലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, BCCI ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്, അത് പുരുഷ വിഭാഗത്തിലുള്ള BCCIയുടെ 2022-2023 കാലഘട്ടത്തിലുള്ള അവാർഡ് ലഭിച്ചത് ശുഭ്മൻ ഗില്ലാണ്. ശുഭ്മൻ ഗിൽ നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ നമ്മുടെ ഓപ്പണറായിട്ടൊക്കെ ഇപ്പം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ശുഭ്മൻ ഗിൽ. അപ്പോൾ ശുഭ്മൻ ഗില്ലിനാണ് BCCI 2022-2023 പുരുഷ വിഭാഗത്തിലെ അവാർഡ് കിട്ടിയത്. അടുത്തത് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ വുമൺ വനിതാ വിഭാഗത്തിൽ നിന്ന് BCCI അവാർഡ് വനിതാ വിഭാഗത്തിൽ നിന്ന് 2022-2023 കാലഘട്ടത്തിൽ ദീപ്തി ശർമ്മയ്ക്കും. അപ്പോൾ BCCI അവാർഡ് 2022-2023 കാലഘട്ടത്തിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? ദീപ്തി ശർമ്മയ്ക്കും അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് മികച്ച
ഹോക്കി ഇന്ത്യ അവാർഡ് 2023. അടുത്തത് ഹോക്കി ഇന്ത്യ അവാർഡ്. അപ്പോൾ നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു, ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ നമ്മളുടെ ഹോക്കിയെക്കുറിച്ച് കൂടെ ഒന്ന് പറയണ്ടായോ? അപ്പോൾ ഹോക്കിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മികച്ച പുരുഷ താരം ഹാർദിക് സിംഗ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡാണ്, ഓർത്ത് വെച്ചോണെങ്കിൽ ഹോക്കി ഇന്ത്യ അവാർഡ് 2023 മികച്ച പുരുഷ താരം ഹാർദിക് സിംഗും അതുപോലെ തന്നെ മികച്ച വനിതാ താരം സലീമ ടെറ്റയും. അപ്പോൾ മികച്ച പുരുഷ താരം ഹോക്കി വിഭാഗത്തിൽ ആരാണ്? ഹാർദിക് സിംഗും അതുപോലെ തന്നെ മികച്ച വനിതാ താരം സലീമ ടെറ്റയും. ക്ലിയർ ആയ സലീമ ടെറ്റയുമാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇത്രയും നമ്മൾ നാഷണൽ അവാർഡ്സ് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് നമ്മൾ ഇത്രയും പഠിച്ചു. പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകേണ്ടത് ഇനി ഇൻ്റർനാഷണൽ അവാർഡ്സാണ്, ഇൻ്റർനാഷണൽ സ്പോർട്സ് അവാർഡ്സാണ്. അതുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം PSCയുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക് കൂടാണ് ഈ ലോറസ് അവാർഡ്സ് 2023. അപ്പോൾ ലോറസ് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ തന്നെ സ്പോർട്സ് വിഭാഗത്തിൽ നിന്ന് കൊടുക്കുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയാണ്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കായിക പുരസ്കാരം ഏതാണ്? പരമോന്നത ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്ന പോലെ ലോറസ് അവാർഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും വലിയൊരു അവാർഡാണ് ലോറസ് അവാർഡ് സ്പോർട്സ് മേഖലയിൽ. അപ്പം ലോറസ് അവാർഡ് 2023 മികച്ച പുരുഷതാരം ആരാണ്? ലയണൽ മെസ്സി എല്ലാവർക്കും അറിയാം, നമ്മുടെ അർജൻറ്റീനിയൻ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പം മികച്ച പുരുഷതാരം ലയണൽ മെസ്സി. ലോറസ് അവാർഡ് 2023 മികച്ച പുരുഷതാരം ലയണൽ മെസ്സി. അതുപോലെ തന്നെ മികച്ച വനിതാ താരം ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ്. അപ്പോൾ ഈ പേര് ഓർത്ത് വെച്ചോ. ലോറസ് അവാർഡ് 2023 മികച്ച വനിതാ താരമാരാണ്? ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ്. എന്തോ പേരാണില്ലേ, എത്ര നീളം കൂടിയ പേരാണ്. അപ്പം മികച്ച വനിതാ താരമാണ് ആരാണ്? ലോറസ് അവാർഡ് 2023 എന്നോടെ പറയാം. ഈ ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജമൈക്കൻ സ്പ്രിൻ്റർ താരമാണ്. അപ്പം ജമൈക്കയിലെ സ്പ്രിൻ്റർ എന്ന് പറഞ്ഞൊരു അത്ലറ്റിക്കിലെ താരമാണ് ഈ ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ലോറസ് അവാർഡ് 2023 മികച്ച പുരുഷ താരം ലയണൽ മെസ്സി, അർജൻറ്റീനിയൻ ഫുട്ബോൾ താരം. അതുപോലെ തന്നെ മികച്ച വനിതാ താരം ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ് ജമൈക്കൻ സ്പ്രിൻ്റർ താരം കൂടിയാണ്. അതുപോലെ തന്നെ ലോറസ് അവാർഡ് 2023 വേൾഡ് ടീം ഓഫ് ദ ഇയർ, അതായത് വേൾഡ് ടീം ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞൊരു അവാർഡുമുണ്ട്. അത് അർജൻറ്റീനിയൻ നാഷണൽ ഫുട്ബോൾ ടീമിനാണ് ലഭിച്ചത് 2023. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ വേൾഡ് ടീം ഓഫ് ദ ഇയർ അർജൻറ്റീനിയൻ നാഷണൽ ഫുട്ബോൾ ടീമാണ് 2023 ലോറസ് അവാർഡിന് അർഹരായത്. അടുത്തത് നമ്മൾ ഫിഫ അവാർഡ്. ഫിഫ എല്ലാവർക്കും അറിയാം, ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷനാണ് ഫിഫ വരുന്നത്. ഫിഫ അവാർഡ് 2023 അതിന് ലഭിച്ചിരിക്കുന്നത് മികച്ച പുരുഷ താരം ലയണൽ മെസ്സിക്കാണ്, അർജൻറ്റീനിയൻ താരമാണ് നമുക്കറിയാം. അദ്ദേഹത്തിന് 8ാമത്തെ തവണയാണ് ഫിഫ അവാർഡ് 2023 ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച വനിതാ താരം ഐറ്റന ബോൺമാറ്റി. സ്പെയിനിലെ ഫുട്ബോൾ താരമാണ് ഐറ്റന ബോൺമാറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫിഫ അവാർഡ് 2023 ലഭിച്ചത് മികച്ച പുരുഷ താരം ലയണൽ മെസ്സി, അദ്ദേഹത്തിന് 8ാമത്തെ തവണയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം അർജൻറ്റീന ഫുട്ബോൾ താരമാണ്. അതുപോലെ തന്നെ മികച്ച വനിതാ താരം ഫിഫ അവാർഡ് 2023 ലഭിച്ചത് ഐറ്റന ബോൺമാറ്റി, സ്പെയിൻ താരമാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ മേഖലയിലെ ഏറ്റവും ഒരു അവാർഡ്, വലിയൊരു അവാർഡാണ് ഫുട്ബോൾ മേഖലയിലെ ഏറ്റവും പരമോന്നത അവാർഡെന്നും വേണേൽ പറയാം. ബാലൻഡിയോർ അവാർഡ് എന്ന് പറയും. ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ തന്നെ ഒരു മാഗസീന് പുറത്തിറക്കുന്ന ഒരു അവാർഡാണ് ബാലൻഡിയോർ എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻഡിയോർ അവാർഡ് 2023 ലഭിച്ചത് മാർക്ക് തന്നെയാണ് നമ്മുടെ ലയണൽ മെസ്സിക്ക് തന്നെയാണ്. പുരുഷ വിഭാഗം ലയണൽ മെസ്സി 8ാം തവണയാണ് അദ്ദേഹം. അപ്പോൾ ഓർത്ത് വെച്ചോ, ലയണൽ മെസ്സിക്ക് എന്തൊക്കെ അവാർഡാണ് 2023 ലഭിച്ചത്? ബാലൻഡിയോർ അവാർഡ് ലഭിച്ചു, ഫിഫ അവാർഡ് ലഭിച്ചു, ലോറസ് അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ ബാലൻഡിയോർ അവാർഡും ഫിഫ അവാർഡും 8ാമത്തെ തവണയാണ് നമ്മുടെ ലയണൽ മെസ്സിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നേടിയ താരം, അപ്പം അതുപോലെ തന്നെ ബാലൻഡിയോർ ഏറ്റവും കൂടുതൽ നേടിയ താരവും നമ്മുടെ ലയണൽ മെസ്സി തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിന് ആർക്കാണ്? ഐറ്റന ബോൺമാറ്റി. അപ്പോൾ ഐറ്റന ബോൺമാറ്റിക്കാണ് ഫിഫ അവാർഡും 2023 ബാലൻഡിയോർ 2023 ലഭിച്ചത്. ഐറ്റന ബോൺമാറ്റി സ്പെയിൻ താരമാണ്. ക്ലിയറായ? അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു എക്സാമിനും, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനും നമ്മുടെ ലോകകപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യങ്ങൾ വന്നിരുന്നു. അർജൻറ്റീനിയൻ നാഷണൽ ടീമിൻ്റെ കോച്ച് ആരാന്നാണ് ചോദിച്ചത്. ലയണൽ സ്കലോണിയാണ് കോച്ചായിട്ട് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ക്രിക്കറ്റ് ലോകകപ്പ് മികച്ച ടൂർണമെൻറ്റ്സ് ഒക്കെ നടന്നിട്ടില്ല കഴിഞ്ഞ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ്സിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിൻ്റായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് ഉടനെ തന്നെ ഇടാവുന്നതാണ്. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് പോവാം. അടുത്തത് വിസ്ഡൻ അൽമനാക് അവാർഡാണ് 2023. അത് വിസ്ഡൻ അൽമനാക് അവാർഡ് 2023 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിസ്ഡൻ
ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഹർമൻ പ്രീത് കൗർ ഇന്ത്യ ആണ് വരുന്നത്. അതായത് വിസ്റ്റൺ അൽമനാക്ക് അവാർഡ് 2023 കുറച്ച് പേർക്ക് ലഭിച്ചിരുന്നു. അതായത് ഹർമൻ പ്രീത് കൗർ, ഡാരിയൽ മിച്ചൽ, ടോം ബ്ലണ്ടന്, ബെൻ ഫോക്സ്, മാത്യു പോട്ട്സ്, അഞ്ച് പേർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ നമുക്കിവിടെ പഠിക്കേണ്ട, നമുക്ക് ചോദിക്കാനും ചാൻസ് കൂടുതൽ വിസ്റ്റൺ ക്രിക്കറ്റ് ഓഫ് ദ ഇയർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത് ഹർമീൻ പ്രീത് കൗറിനാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, വിസ്ഡൺ അൽമനാക്ക് 2023 വിസ്ഡൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആരെയാണ് തിരഞ്ഞെടുത്തത്? ഇന്ത്യയിൽ നിന്ന് ഹർമീൻ പ്രീത് കൗർ ഇന്ത്യ. അതുപോലെ തന്നെ വിസ്ഡൺ അൽമനാക്ക് അവാർഡ് 2023 ലീഡിംഗ് T20 ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ആരായിട്ടാണ് തിരഞ്ഞെടുത്തത്? സൂര്യകുമാർ യാദവ് ഇന്ത്യ. ക്ലിയർ ആയി? അതുപോലെ തന്നെ ICC അവാർഡ്സ് 2023. ICC നമുക്കറിയാം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ICC എന്ന് പറയുന്നത്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അസോസിയേഷനാണ് ICC എന്ന് പറയുന്നത്. അപ്പോൾ ICCയുടെ 2023 അവാർഡ്, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ICC അവാർഡ്സ് ഓഫ് ദ ഡെക്കേഡ്സ് ഉണ്ട്. അതായത് 2011 ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ 10 വർഷം ഒന്നല്ല, 2011 മുതൽ 2020 വരെയുള്ള ICCയുടെ ബെസ്റ്റ് പുരുഷ ക്രിക്കറ്ററായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും നിങ്ങൾ ഓർത്ത് വെച്ചോ, അത് വിരാട് കോഹ്ലിയാണ് വരുന്നത്. അതുപോലെ തന്നെ ICC ക്രിക്കറ്റ് അവാർഡ് ഡെക്കേഡായിട്ടുള്ള വനിതാ താരം എൽസി പേരിയാണ് വരുന്നത്, ഓസ്ട്രേലിയയിലെ തന്നെ. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ICC മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡും വിരാട് കോഹ്ലിയാണ് വരുന്നത്. ഡെക്കേഡ് എന്ന് കേൾക്കുമ്പോൾ പുരുഷ താരം എപ്പോഴും വിരാട് കോഹ്ലി എന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ICC അവാർഡ്സ് 2023 നോക്കാം. മികച്ച പുരുഷതാരം. അപ്പോൾ 2023 മികച്ച പുരുഷതാരത്തിന് കൊടുക്കുന്ന അവാർഡാണ് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി. അപ്പോൾ സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫിയാണ് മികച്ച പുരുഷതാരത്തിന് കൊടുക്കുന്ന അവാർഡ്. അപ്പം ICC അവാർഡ്സ് 2023 മികച്ച പുരുഷതാരം സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ആർക്കാണ് കിട്ടിയത്? പാറ്റ് കമിൻസ് ആണ്, ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയൻ്റെ ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് അവർക്ക് കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ കൂടിയാണ് ഈ പാറ്റ് കമിൻസ് എന്ന് പറഞ്ഞ ആൾ. അപ്പം പാറ്റ് കമിൻസിനാണ് ICC അവാർഡിലെ ICC 2023 മികച്ച പുരുഷതാരമായിട്ട് തിരഞ്ഞെടുക്കുന്നത് പാറ്റ് കമിൻസ് ആണ്. അപ്പോൾ മികച്ച വനിതാ താരത്തിന് കൊടുക്കുന്ന അവാർഡ് ഏതാണ്? റേച്ചൽ ഹേഹോ ഫ്ലിൻറ്റ് ട്രോഫി. അപ്പോൾ മികച്ച വനിതാ താരം ആരാണ്? നാറ്റ് സ്ക്രീവിയർ ബ്രേഡ്. അപ്പം നാറ്റ് സ്ക്രീവിയർ ബ്രേഡ് ഇംഗ്ലണ്ട് താരമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ICC അവാർഡ് 2023 മികച്ച പുരുഷതാരം പാറ്റ് കമിൻസ് ഓസ്ട്രേലിയ, മികച്ച വനിതാ താരം നാറ്റ് സ്ക്രീവർ ബ്രേഡ് ഇംഗ്ലണ്ട്. അതുപോലെ തന്നെ മികച്ച ഏകദിന ഓഡിയോ ക്രിക്കറ്റർ, അതായത് മികച്ച ഏകദിന ഓഡിയോ ക്രിക്കറ്ററായിട്ട് തന്നത് നമ്മുടെ വിരാട് കോഹ്ലിയാണ്. പുരുഷ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ വിരാട് കോഹ്ലിയും, അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ വനിതാ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചമരി അത്തപ്പത്തുവാണ്. ശ്രീലങ്കക്കാരിയാണ് ചമരി അത്തപ്പത്തു. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ശ്രീലങ്കൻ വനിത കൂടിയാണ് ചമരി അത്തപ്പത്തു. അതോടെ ജസ്റ്റ് ഓർത്തിരുന്നാൽ ചോദിക്കാൻ ചിലപ്പം ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഓർത്തിരിക്കാൻ പറയുന്നത്. അപ്പം ICC മികച്ച ഏകദിന ഓഡിയോ ക്രിക്കറ്ററായിട്ട് 2023 തിരഞ്ഞെടുത്ത ആരെയൊക്കെയാണ്? പുരുഷ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ വിരാട് കോഹ്ലിയും, അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്ന് ചമരി അത്തപ്പത്തുവിനെ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ശ്രീലങ്കൻ വനിത കൂടിയാണ്. അതുപോലെ തന്നെ ICC സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റ് ടീം അവാർഡ് കിട്ടിയിരിക്കുന്നത് സിംബാബ്വെ പുരുഷ ക്രിക്കറ്റ് ടീമാണ്. ICC സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത് സിംബാബ്വെ പുരുഷ ക്രിക്കറ്റ് ടീമിനാണ്. അതുപോലെ തന്നെ T20 ക്രിക്കറ്റിലെ പുരുഷ വിഭാഗത്തിലെ 2023 അവാർഡ് കിട്ടിയിരിക്കുന്നത് സൂര്യകുമാർ യാദവിനും, വനിതാ വിഭാഗത്തിലെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഹെയ്ലി മാത്യൂസ് വെസ്റ്റ് ഇൻഡീസിനാണ്. സൂര്യകുമാർ യാദവിന് നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യക്കാരനാണ്, പേര് കേൾക്കുമ്പോഴേ അറിയാം. അപ്പോൾ T20 ക്രിക്കറ്റിൽ ICC 2023 അവാർഡ് ലഭിച്ചിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യ, വനിതാ വിഭാഗത്തിൽ ഹെയ്ലി മാത്യൂസ് വെസ്റ്റ് ഇൻഡീസ്. ക്ലിയർ ആയ? അതുപോലെ തന്നെ ജസ്റ്റ് ഇതുകൂടെ ഓർത്തിരുന്നാൽ മതി. ICC അമ്പയർ ഓഫ് ദ ഇയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത്. അതുപോലെ തന്നെ ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഉസ്മാൻ ഖവാജ ഓസ്ട്രേലിയ. ജസ്റ്റ് ഓർത്തിരുന്നാൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത്രയുമാണ് ICCയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അവാർഡ്സ്. അപ്പോൾ നമുക്കിനി അടുത്ത് തന്നെ നോക്കാനുള്ളത് വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ. അപ്പോൾ വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2023. അപ്പോൾ വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2023 മികച്ച ട്രാക്ക് അത്ലറ്റ് പുരുഷ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ്? നോയെ ലൈൽസ് അമേരിക്കൻ സ്പ്രിൻറ്റർ താരമാണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് ഫെയ്ത്ത്
ഫെയ്ത്ത് കിപ്പിഗോൺ കെനിയൻ സ്പ്രിൻ്റർ താരമാണ്. അപ്പോൾ മികച്ച ട്രാക്ക് അത്ലറ്റ് ആർക്കാണ് 2023 ലഭിച്ചത്? പുരുഷ വിഭാഗം നോയെ ലൈൽസ് അമേരിക്കൻ സ്പ്രിൻ്റർ താരം, വനിതാ വിഭാഗം ഫെയ്ത്ത് കിപ്പിഗോൺ കെനിയൻ സ്പ്രിൻ്റർ താരം. അതുപോലെ തന്നെ മികച്ച ഫീൽഡ് അത്ലറ്റ്സിനായിട്ട് കിട്ടിയിരിക്കുന്ന പുരുഷ വിഭാഗത്തിൽ നിന്ന് മോണ്ടോ ഡുപ്ലൻഡിസ് സ്വീഡൻ പോൾ വാൾട്ട് താരവും. അതുപോലെ തന്നെ വനിതാ വിഭാഗം യൂലിമർ റോജാസ് വെനസ്വേലക്കാരിയാണ്. അതുപോലെ തന്നെ വെനസ്വേലൻ ട്രിപ്പിൾ ജമ്പ് താരമാണ്. ക്ലിയർ ആയി? ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ WTA എന്താണ്? വേൾഡ് ടെന്നീസ് അസോസിയേഷൻ്റെ WTA 2023 പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം ഇഗ സിയാടെക്. ഇമ്പോർട്ടൻ്റ് ആണ്. പോളണ്ട് താരമായ ഇഗ സിയാടെക് ആണ് WTA 2023 പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം. ആരാണ്? ഇഗ സിയാടെക്. ഓർത്ത് വെച്ചോണേ, ഇഗ സിയാടെക് പോളണ്ട് താരമാണ്. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. WTA മീൻസ് വേൾഡ് ടെന്നീസ് അസോസിയേഷൻ WTA 2023 പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാരാണ്? ഇഗ സിയാടെക്, പോളണ്ട് താരമാണ്. അതുപോലെ തന്നെ അടുത്തതും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് 2022 നേടിയ വെയ്റ്റ് ലിഫ്റ്റർ ആരാണ്? മീര ഫായ് ചാനു. നമ്മുടെ മീര ഫായ് ചാനുവിനാണ് ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് 2022 നേടിയ വെയ്റ്റ് ലിഫ്റ്റർ ആരാണ്? മീര ഫായ് ചാനുവിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട അവാർഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് സ്ലാം ഒക്കെ നമ്മൾ ഓൾറെഡി വേറൊരു ക്ലാസ് ആയിട്ടാണ് ഇട്ടത്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാന അവാർഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. 2023 പ്രധാന അവാർഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മാക്സിമം നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് കണ്ടവരെ 1-2 വട്ടമൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അപ്പോഴത്തേനും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും, ക്ലിയർ ആവും. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ ബാക്കി ക്ലാസ്സൂടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സുപ്രധാന നിയമങ്ങളുടെ 2 ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമവും അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം. അതുകൂടെ നിങ്ങൾ മാക്സിമം ഒന്ന് കാണാൻ നോക്കുക. നമ്മൾ വളരെ ലളിതമായിട്ടും നിങ്ങൾക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വേണം ക്ലാസ്സസ് ഇട്ടേക്കുന്നത്. അപ്പോൾ മാക്സിമം അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുമ്പോഴും നമുക്ക് സപ്പോർട്ടാണ് കിട്ടുന്നത്. അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ് ഓരോ ലൈക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റൂടെ ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റൂടെ ചെയ്യുക. വേറെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ അതുകൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പോൾസും അതുപോലെ തന്നെ ക്ലാസ്സസും ഒക്കെ കാര്യങ്ങൾ നോട്ട്സും എല്ലാം ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ടെലഗ്രാം ചാനലിലൂടെ നമ്മുടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ LDC വിഭാഗത്തിൽ നിന്ന് 20 മാർക്കാണ് കറണ്ട് അഫയർ സീരീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 20 മാർക്കും നിങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ക്ലാസ്സസാണ് നമ്മളെല്ലാം എടുക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കറണ്ട് അഫയർ വിഭാഗത്തിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തേ നിങ്ങളെ എക്സാമിന് മുമ്പേ നമ്മൾ വിടത്തുള്ളൂ. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.